ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. സംസ്ഥാന ബജറ്റിൽ കടുത്ത നിരാശ, പല കോണുകളിൽ നിന്നും പ്രതിഷേധം. NGO അസോസിയേഷൻ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പാതിവില തട്ടിപ്പ്, ഇരകളുടെ എണ്ണം കൂടുന്നു. കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കോർപ്പറേഷൻ ഭരണം അഴിമതിയിൽ മുങ്ങി, മുതൽ പങ്കിട്ടെടുക്കുന്നതിലെ തർക്കമാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്ന് MV ജയരാജൻ. PK രാഗേഷിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പേരിൽ. തദ്ദേശ വാർഡ് വിഭജനം, ഹിയറിംഗ് പ്രഹസനമെന്ന് കോൺഗ്രസ്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്നുവെന്ന് മാർട്ടിൻ ജോർജ്. ജില്ലാ പഞ്ചായത്ത് യോഗത്തിലും ബഹളം, സർവത്ര ക്രമക്കേടുകളെന്ന് UDF. വന്യമൃഗങ്ങളുടെ ആക്രമണം, കേന്ദ്ര നിയമം തടസ്സമെന്ന് EP ജയരാജൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് നിർബാധം പരോൾ, മറുപടിയുമായി MV ജയരാജൻ. സംസ്ഥാനത്തെ ഡിജിറ്റൽ എൻഡോഴ്സ്മെന്റ് നടപ്പിലാക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. രജിസ്ട്രാർ ഓഫീസുകൾ ക്യാഷ്ലെസ് ഓഫീസുകളാക്കും. തൊഴിൽ നികുതി വർധനവ്, വ്യാപാരികൾ പ്രതിഷേധത്തിൽ. നോക്കാം വിശദമായ വാർത്തകൾ. സംസ്ഥാന ബജറ്റ് സർക്കാർ ജീവനക്കാരെ അവഗണിച്ചു എന്നാരോപിച്ച് NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് കളക്ടറേറ്റ് അങ്കണത്തിൽ നടന്ന സമാപന പൊതുയോഗം NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MP ഷനിജ് ഉദ്ഘാടനം ചെയ്തു. $4,000 കോടിയുടെ അധിക നികുതി അടിച്ചേൽപ്പിച്ച ഒരു ബജറ്റ്, ആ ബജറ്റ് കഴിഞ്ഞ ഒരു വർഷക്കാലം ജനജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. സർക്കാർ ഉദ്യോഗസ്ഥരായ ഞങ്ങളൊക്കെ അത് അനുഭവിച്ച് മുമ്പോട്ട് പോയി. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങളും അതുപോലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒക്കെ ഈ ബജറ്റിനെ നോക്കിക്കണ്ടത്. വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 65,000 കോടി രൂപയുടെ കുടിശ്ശിക കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഈ ഗവൺമെന്റ് നൽകാനിരിക്കെ എന്തൊക്കെയാണ് ഈ ബജറ്റിനകത്ത് പ്രഖ്യാപിച്ച് പോയിട്ടുള്ളതെന്ന് നമുക്കറിയാം. കണ്ണൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കലക്ട്രേറ്റ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടന്നത്. പ്രകടനത്തിന് M ലക്ഷ്മണൻ, അസിംബു, NK രത്നേഷ്, P നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി. KK സുജേഷ് അധ്യക്ഷത വഹിച്ചു. ഇസ്മായിൽ, നൌഷാദ് ചേരിക്കൽ എന്നിവർ സംസാരിച്ചു. പാതിവില തട്ടിപ്പിൽ CPM-കാരായ പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാവണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പദ്ധതിയുടെ കോർഡിനേറ്ററും CPM-കാരനുമായ അമ്പൻ മോഹനന്റെ അക്കൌണ്ടിലേക്ക് നേരിട്ട് പണമെത്തിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സീഡ് സൊസൈറ്റിയുടെ പൊതുയോഗം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തത് KV സുമേഷ് MLA ആണെന്നും മാർട്ടിൻ ജോർജ് കൂട്ടിച്ചേർത്തു. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി തട്ടിപ്പിനിരയായവരെ 3 ദിവസമാണ് കേസെടുക്കാതെ മാറ്റി നിർത്തിയത്. ജില്ലയിലെ പോലീസിന്റെ ഒത്താശയോടെയാണ് ഇവയെല്ലാം നടക്കുന്നത്. സീഡ് സൊസൈറ്റിയുടെ പൊതുയോഗം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തത് KV സുമേഷ് MLA ആണ്. പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK പ്രമീളയും KC ജിഷയുമാണെന്നും DCCയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മാർട്ടിൻ ജോർജ് ആരോപിച്ചു. ഇവിടെ നടന്നിരിക്കുന്നത് വലിയൊരു തട്ടിപ്പാണ്. ആ തട്ടിപ്പിന് അതിനെ നേതൃത്വം കൊടുക്കുകയും അതിന് ആധികാരികമായ സ്വഭാവം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് CPM-വുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഉള്ള നേതൃത്വമാണ് എന്ന കാര്യം അടിവരയിടുന്ന, അതായത് തെളിയിക്കുന്ന രേഖകൾ ഇവിടെ. നമുക്കറിയാം, ഇതിൻ്റെ എടക്കാട് കണ്ണൂർ മേഖലയിലെ ഉദ്ഘാടനം അത് നമ്മുടെ അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അവിടെ നടത്തിയത്. അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആഗസ്റ്റ് 24-ാം തീയതി നടന്ന അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അഴീക്കോടിൻ്റെ MLA ആണ്. അതിന് 2 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. പ്രൊമോട്ടർമാരിൽ പലരും CPM നേതാക്കന്മാരും സഹയാത്രികരുമാണ്. ലൈബ്രറി കൌൺസിൽ നേതാവ് PK ബൈജുവിനും തട്ടിപ്പിൽ പങ്കുണ്ട്. തട്ടിപ്പിൽ പങ്കാളികളായവർക്കെതിരെ മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം. ഇരയായവർക്ക് നീതി ലഭിക്കാനുള്ള നിയമസഹായം കോൺഗ്രസ് നൽകും. ഇതിനായി നാളെ വൈകിട്ട് 3 മണിക്ക് ജവഹർ ലൈബ്രറി ഹാളിൽ നിയമസഹായ ക്യാമ്പ് നടത്തുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ TO മോഹനൻ, T ജയകൃഷ്ണൻ, മനോജ് കുമാർ കൂവേരി, രാഹുൽ കായക്കുൽ എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.
കണ്ണൂർ കോർപ്പറേഷൻ ഭരണം അഴിമതിയിൽ മുങ്ങിത്താഴ്ന്നുവെന്നും അഴിമതി പങ്കിട്ടെടുക്കുന്നതിലെ തർക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. കൌൺസിലർ PK രാഗേഷിന്റെ വീട്ടിൽ വിജിലൻസ് പരിശോധന നടന്നതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു MV ജയരാജൻ. PK രാഗേഷ് കോൺഗ്രസുമായി തെറ്റിയപ്പോൾ അവരുടെ അഴിമതി വിളിച്ചു പറഞ്ഞു. തിരിച്ചു കോൺഗ്രസും PK രാഗേഷിന്റെ അഴിമതി വെളിപ്പെടുത്തുകയായിരുന്നുവെന്നും MV ജയരാജൻ പറഞ്ഞു. ചേലോറയിലെ മാലിന്യ നീക്കത്തിൽ മുൻ മേയർ TO മോഹനൻ ക്രമവിരുദ്ധമായി പണം നൽകിയതിലൂടെ കോർപ്പറേഷന് 1.77 കോടി രൂപ നഷ്ടമായെന്ന് AG റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നും ജയരാജൻ പറഞ്ഞു. കോർപ്പറേഷൻ അഴിമതിയിൽ മുങ്ങിത്താണു. കോർപ്പറേഷന്റെ ഭരണക്കാരിൽ ഒരാളാണ് രാഗേഷ്. അപ്പോൾ അദ്ദേഹം ഔദ്യോഗിക കോൺഗ്രസിനെതിരായി രംഗത്ത് വരുമ്പോൾ ഔദ്യോഗിക കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ അടിച്ചമർത്താൻ നോക്കുന്നു. അദ്ദേഹമൊട്ട് മേയർ അടക്കമുള്ള മുൻ മേയർ അടക്കമുള്ളവരുടെ അഴിമതി പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. അഴിമതി പങ്കിട്ടെടുക്കുന്നതിലാണ് ഈ തർക്കം. അഴിമതി ആര് നടത്തിയാലും തെറ്റാണ്. 1.77 കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ച് മുൻ മേയർ പറയുന്നത് കേട്ടു. അത് വിശദീകരണം ചോദിക്കൽ മാത്രമാണ്, അല്ല. AGയുടെ ആ റിപ്പോർട്ട് വായിച്ചാൽ AG പറഞ്ഞിട്ടുള്ളത് 25,000-ൽ താഴെയുള്ള ക്യൂബിക് മീറ്റർ ഖരമാലിന്യം നീക്കം ചെയ്തിട്ട് 75,000 ക്യൂബിക് മീറ്റർ നീക്കം ചെയ്തു എന്ന കള്ളക്കണക്കുണ്ടാക്കി അന്നത്തെ മേയർ കൂടി അറിഞ്ഞുകൊണ്ട് പൈസ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് AG പറയുകയാണ് ക്രമവിരുദ്ധമായി ഇങ്ങനെ പണം നൽകിയതിൽ നിന്ന് 1.77 കോടി രൂപ നഷ്ടമായിട്ടുണ്ട്. പാതിവില തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന തരത്തിൽ അവതരിപ്പിച്ച് BJP നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും ജയരാജൻ പറഞ്ഞു. ഏതെങ്കിലും പാർട്ടി പ്രവർത്തകൻ കാശ് വാങ്ങിയിട്ട് സ്കൂട്ടർ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അതിനെ ഒന്നും ന്യായീകരിക്കില്ലെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാഗേഷിന്റെ പഞ്ഞിക്കയിലെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. കോഴിക്കോട് യൂണിറ്റ് വിജിലൻസ് ആണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ റെയ്ഡ് നടത്തുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന 2-ലധികം പരാതി PK രാഗേഷിനെതിരെയുണ്ട്. ഈ പരാതികളിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത്. PK രാഗേഷിന്റെ പഞ്ഞിക്കയിലെ വീട്ടിലും കോർപ്പറേഷനിലെ PK രാഗേഷിന്റെ ഔദ്യോഗിക ഓഫീസിലുമാണ് പരിശോധന നടക്കുന്നത്. ഇന്ന് അതിരാവിലെ മുതൽ തുടങ്ങിയ റെയ്ഡ് 6 മണിക്കൂറോളം തുടർന്നു. പയ്യാമ്പലത്തെ ഒരു ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനധികൃത പണ ഇടപാട് നടന്നുവെന്നതടക്കം പരാതിയുണ്ട്. പരാതിയിൽ നേരത്തെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസെടുത്ത് കോടതിയുടെ സെർച്ച് വാറന്റോടെ പരിശോധന നടത്തിയത്. വിജിലൻസ് SP അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരിടവേള. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂരിലെ തദ്ദേശ വാർഡ് വിഭജന ഹിയറിംഗിനെതിരെ UDF. ഹിയറിംഗ് പ്രഹസനമാണെന്നും നീതിപൂർവമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ നിയമ നടപടിയെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിക്കുകയാണെന്നും നാടകം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി.
കണ്ണൂർ ജില്ലയിലെ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് പ്രഹസനമെന്ന് UDF ആരോപിച്ചു. 1379 പരാതികൾ കേൾക്കാൻ ആകെ 6 മണിക്കൂറാണ്. ഒരു മിനിറ്റിൽ 5 പരാതി കേൾക്കുക എന്നത് നീതിയുക്തമായ കാര്യമല്ല. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിൽ നിന്നും പരാതികളുമായി എത്തി മണിക്കൂറുകളോളം കലക്ടറേറ്റിൽ കാത്തുനിന്നാണ് ഹിയറിംഗിൽ പങ്കെടുത്തത്. എന്നാൽ ഒരു ദിവസം കൊണ്ട് മുഴുവൻ പരാതികളും നീതിപൂർവ്വം കേൾക്കാൻ കഴിയില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ജനാധിപത്യം തകർക്കുന്ന രീതിയിലുള്ള വാർഡ് വിഭജനത്തിൽ നീതിപൂർവമായ നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ നിയമപരമായി നേരിടാനാണ് തീരുമാനമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി സംവിധാനം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വിജയിക്കുക, അതിനുള്ള സാധ്യതകളുണ്ടോ എന്ന് നോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലയിലെ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതൊരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. കാരണം ഇത് ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയില്ല. കള്ളവോട്ടുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു, അത് വേറെ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ അശാസ്ത്രീയമായ ഒരു വാർഡ് വിഭജനത്തിലൂ കൂടി ജനാധിപത്യ മര്യാദകളെ എല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നീതിപൂർവമായ നിലപാട് അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് ശക്തമായ മറ്റ് രീതിയിലുള്ള നിയമപരമായ കാര്യങ്ങൾക്കോടൊപ്പം തന്നെ നിയമപരമായി നമ്മളത് നേരിടും. ഒപ്പം തന്നെ നമുക്ക് മറ്റ് സമരമാർഗങ്ങളിലൂടെ തന്നെ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നാണ് ഇന്നത്തെ ഇവിടെ നടന്ന ഈ ഹിയറിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവും. പരാതിക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാൻ പോലും ഇവർ തയ്യാറായില്ല. മാത്രവുമല്ല, പരാതികൾ പെൻസിൽ കൊണ്ട് എഴുതിയെടുക്കുക എന്ന വിചിത്രമായ നടപടിയാണ് അധികാരികൾ കൈക്കൊണ്ടതെന്നും ഇലക്ഷൻ കമ്മീഷന്റെ മൗനാനുഭവത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്തതെന്നും നേതാക്കൾ ആരോപിച്ചു. ഇതിന് IAS ഉദ്യോഗസ്ഥരെയും കരുവാക്കി. ഡീലിമിറ്റേഷൻ ഹിയറിംഗ് പ്രഹസനമാക്കി തീർത്തതിനെതിരെ UDF ശക്തമായി പ്രതിഷേധിക്കുകയും നിയമപരമായി നേരിടുകയും ചെയ്യുമെന്ന്, കമ്മിറ്റിയുടെ ഏകപക്ഷീയമായ നടപടികൾ തിരുത്തുക തന്നെ ചെയ്യുമെന്നും, സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കൂട്ടുപിടിച്ച് വാർഡ് വിഭജനം അട്ടിമറിക്കുകയാണ്, ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, അഡ്വക്കേറ്റ് TO മോഹനൻ, DCC ഭാരവാഹികളായ മനോജ് കൂവേരി, T ജയകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ കണ്ണൂരിൽ ഹിയറിംഗ് നടത്തി. കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഹിയറിംഗിൽ 76 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി 1379 പരാതികളാണ് പരിഗണനയ്ക്കെത്തിയത്. കരട് വാർഡ് നിയോജക മണ്ഡല വിഭജന നിർദ്ദേശങ്ങളിൽ മേൽ നിശ്ചിത സമയപരിധിക്ക് മുമ്പായി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിച്ചവർക്ക് മാത്രമായിരുന്നു പങ്കെടുക്കാൻ അനുവാദം. മാസ് പെറ്റീഷൻ നൽകിയവരിൽ നിന്നും ഒരു പ്രതിനിധിയാണ് പങ്കെടുത്തത്. പയ്യന്നൂർ, തളിപ്പറമ്പ്, പേരാവൂർ ബ്ലോക്കുകളിലെ ഗ്രാമപഞ്ചായത്തുകൾ, പയ്യന്നൂർ, തളിപ്പറമ്പ്, ആന്തൂർ നഗരസഭകൾ, കല്യാശ്ശേരി, പാനൂർ, ഇരിക്കൂർ, കണ്ണൂർ, കൂത്തുപറമ്പ് ബ്ലോക്കുകളിലെ ഗ്രാമപഞ്ചായത്തുകൾ, കണ്ണൂർ കോർപ്പറേഷൻ, കൂത്തുപറമ്പ് നഗരസഭ, എടക്കാട്, തലശ്ശേരി, ഇരിട്ടി ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്തുകൾ, തലശ്ശേരി, ഇരിട്ടി നഗരസഭകൾ എന്നിവർക്കായാണ് ഹിയറിംഗ് നടത്തിയത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ A ഷാജഹാൻ, കമ്മീഷൻ അംഗം S ഹരികിഷോർ, കമ്മീഷൻ സെക്രട്ടറി S ജോസ്നാമോൾ, ജില്ലാ കലക്ടർ അരുൺ K വിജയൻ എന്നിവർ പരാതികൾ പരിഗണിച്ചു. കണ്ണൂർ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കലക്ടർ KK ബിനി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ഭരണസമിതിക്കെതിരെ ശക്തമായ വിമർശനവുമായി UDF അംഗങ്ങൾ രംഗത്തെത്തി. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികളിലും ക്രമക്കേടുകൾ ഉണ്ടെന്നും പദ്ധതിക്ക് പിന്നിൽ നടന്ന അഴിമതി മൂലം പദ്ധതികൾ പലതും ഫലം കണ്ടില്ലെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. UDF അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. മുന്നത്തെ വർഷം നമ്മൾ പറഞ്ഞു ഇപ്രാവശ്യം കൂടി നമുക്ക് ചെയ്യണമെന്നും നമ്മൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മൾ വേണ്ടാത്തൊരു പണിയെടുത്തു. കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ റോഡ് കുറേ നമ്മൾ ഏറ്റെടുത്തു. അപ്പം ആ റോഡ് സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ റോഡ് സർക്കാർ ഇപ്പം നമ്മളെടുത്ത് പരിശോധിച്ച മുമ്പേ എനിക്ക് എൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവം, ഞാൻ മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്ത് 60 ലക്ഷം രൂപ കിട്ടിയ സ്ഥാനത്ത് ഇന്ന് 4 കോടി രൂപയാണ് ഗവൺമെന്റ് പഞ്ചായത്തിന്, ഞാൻ പറയുന്ന ആ ഒരു പഞ്ചായത്തിന് മാത്രം കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ എല്ലാ തദ്ദേശ സ്ഥാപനത്തിനും അവരെ റോഡ് മെയിൻ്റനൻസിന് ആവശ്യമായ തുക കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കുണ്ടായത് നമ്മൾ അത് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ആ പ്രവൃത്തി സമയത്തിന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സ്പിൽ ഓവറായി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും UDF ആവശ്യപ്പെട്ടു. അപ്പൊ അത് പരിഹരിക്കപ്പെടണം. കൃത്യമായ രീതിയിൽ ആ സമയങ്ങൾ നടത്തണം. ആ പദ്ധതിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കി KSIE എന്ന സ്ഥാപനമാണ് ഇതിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. പക്ഷെ അവര്
വേറെ എവിടെയോ സബ് കോൺട്രാക്ടർ കൊടുത്ത് ആരെ കൊണ്ട് ഞാനതിന്റെ പ്രശ്നം അവർ നടത്തി ഒന്നിന്റെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്ന വെച്ചാല് അപ്പൊ അത്തരത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇപ്പൊ സിൽക്ക്, അതുപോലെ KSIE, അതുപോലെ നിർമ്മിതി കേന്ദ്രം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ടെൻഡർ ഇല്ലാതെ വർക്ക് എടുക്കാനുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യം ഉപയോഗപ്പെടുത്തി അവർ ഏറ്റെടുക്കുകയും അത് മറ്റു പല സപ്പോർട്ടിംഗ് സ്ഥാപനങ്ങൾക്ക് അത് കൈമാറുകയും ചെയ്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യും. അവർ പലപ്പോഴും അതിന്റെ ക്വാളിറ്റി ഇല്ലാത്ത വർക്കുകൾ ചെയ്യും. അതുകൊണ്ടാണ് ഈ വാട്ടർ പ്യൂരിഫയറിന് വന്നിട്ടുള്ള അപാകതയും ആ കുടിവെള്ളം കുട്ടികൾക്ക് കുടിക്കാൻ പറ്റാത്ത രീതിയിലും വന്നിട്ടുള്ളത് എന്നതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളത്. UDF മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നാടകം കളിക്കുകയാണെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. വിജിലൻസ് അന്വേഷണ ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് UDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതേസമയം UDF അംഗങ്ങളുടെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ കേന്ദ്ര നിയമം തടസ്സമാകുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. മനുഷ്യജീവന് സംരക്ഷണം നൽകേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ലെന്ന കേന്ദ്ര നിയമം നിലവിലുണ്ട്. വന്യമൃഗങ്ങളെ സംസ്ഥാന ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതുപോലെ കൈകാര്യം ചെയ്യാനാവില്ല. ഇവരുടെ ആക്രമണത്തിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്നതിന് സംസ്ഥാന ഗവൺമെന്റിനെ വിമർശിക്കുന്നത് ഭൂഷണമല്ലെന്നും കലക്ട്രേറ്റ് പരിസരത്ത് വെച്ച് ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണ്. അതിന് പകരം രാജിവെച്ച പ്രശ്നമില്ല. ഇവിടെ ആന 2 പേരെ കുത്തിക്കൊന്നു. കഴിഞ്ഞ 16 മുതൽ ഏതാണ്ട് ഇതുവരെയുള്ള നോക്കിയാൽ ഏതാണ്ട് 190 ആളുകളെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊലചെയ്തിട്ടുള്ളത് ശരിയാണ്. ഭീകരമായിട്ടുള്ള ആക്രമണം തന്നെയാണ് നടക്കുന്നത്. ആ ആക്രമണങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളെ നിരോധിക്കാൻ നിയമവ്യവസ്ഥ നടത്തിയിട്ടുകൊണ്ടേ ചെയ്യും. ആദ്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത്, കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത് ഈ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ട അധികാരം സംസ്ഥാന ഗവൺമെന്റാണ്. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട അധികാരം, ജനങ്ങളെ രക്ഷിക്കേണ്ട അധികാരം സംസ്ഥാന ഗവൺമെന്റിന് തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിന് ഇതിനെ സംരക്ഷിക്കാനുള്ളതാണ് അവരുടെ നിയമം. ആ നിയമമാണ് അവർ മാറ്റേണ്ടത്. ആ നിയമം മാറ്റാതെ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള അധികാരം, അതാണ് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത്, സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരമാണ്. എല്ലാവരെയും രക്ഷിക്കേണ്ട അധികാരം കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അതാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ എല്ലാവരും സഹകരിച്ച് ഏതെങ്കിലും പാർട്ടി നോക്കിയിട്ടോ പാർട്ടി പ്രശ്നങ്ങളോ ഒന്നുമല്ലത്. ഇതൊരു പൊതു പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെ പരിഹാരം കാണാൻ എല്ലാവരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. RMP നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സർക്കാർ വാരിക്കോരി പരോൾ നൽകുന്നുവെന്ന ആരോപണത്തിന് മറുപടിയുമായി CPM ജില്ലാ സെക്രട്ടറി MP ജയരാജൻ. കേസിലെ പ്രതികൾക്ക് ലഭിച്ചത് നിയമാനുസൃത പരോൾ മാത്രമാണ്. ജയിൽ ചട്ടം അനുവദിച്ച് മാത്രമേ ഒരാൾക്ക് പരോൾ ലഭിക്കുകയുള്ളൂ. TP കേസിലെ പ്രതികൾക്ക് കൂടുതൽ പരോൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും ജയരാജൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തെ ഒന്നും പേടിയില്ല. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കേണ്ടെന്നും ജയരാജൻ പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ. ജയിൽ ചട്ടം ലംഘിച്ച് പരോൾ ലഭിച്ചിട്ടുള്ള രാഷ്ട്രീയ തടവുകാരൻ കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരൻ ആയിരിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആർക്കാ പേടി? ഇത് വെടിക്കെട്ടുകാരൻ്റെ മക്കളെ ഉടുക്ക് കെട്ടി പേടിപ്പിക്കുമ്പോൾ പോലെ പ്രതിപക്ഷ നേതാവ് അങ്ങ് പറഞ്ഞാൽ പേടി പേടി എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുമോ? എന്ത് പേടി? തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ പേടിക്കണ്ടേ? ഈ പരോള് അർഹതയില്ലാതെ കൊടുത്തതിൻ്റെ ആളാരാണ് എന്നത് എല്ലാവർക്കും അറിയില്ലേ അക്കാലത്ത്. അതുകൊണ്ട് പരോളിലൊന്നും വേറെ തെറ്റായ കാര്യങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നിയമാനുസൃതമായിട്ടുള്ള കാര്യം, നിയമം അനുസരിച്ചുള്ള പരോളല്ലാതെ കൊടുക്കാൻ കഴിയില്ല. അതാണ് ഇന്ന് സർക്കാരിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ സൂപ്പർ താരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ആൾ പോലും തെറ്റ് ചെയ്തപ്പോൾ പിടിച്ച് ജയിലിലിട്ട ഒരു സർക്കാരല്ലേ? അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ നിയമം എന്താണ് അനുശാസിക്കുന്നത് അതാണ്. നിയമം ലംഘിക്കാൻ ജയരാജൻ തയ്യാറായാൽ ജയരാജൻ ആപത്ത് എന്നല്ലാതെ നിയമത്തിൻ്റെ മുമ്പിൽ ജയരാജനും VD സതീശനും എല്ലാവരും തുല്യരാണ് എന്ന കാഴ്ചപ്പാടേ സർക്കാരിനുള്ളൂ. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതു മുതൽ കേസിലെ 3 പ്രതികൾക്ക് 1000 ദിവസത്തിലേറെ പരോൾ അനുവദിച്ചെന്നാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയിരുന്നു. 6 പ്രതികൾക്ക് 500 ദിവസത്തിലധികം പരോൾ നൽകിയെന്നും നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. ആധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ
മുൻ ആധാരം ഉടൻ തിരികെ നൽകുന്നതിനു പുറമെ അനുബന്ധ നടപടികളും വേഗത്തിലാക്കാനുള്ള ഡിജിറ്റൽ എൻഡോഴ്സ്മെന്റ് സംവിധാനം സംസ്ഥാനത്ത് ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ താലൂക്ക് ഹാളിൽ രജിസ്ട്രേഷൻ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളുടെ സംയോജിത പോർട്ടൽ എന്റെ ഭൂമിയുടെ ഫലങ്ങൾ വിലയിരുത്തി സംസ്ഥാനത്താകെ നടപ്പാക്കും. ഇതോടെ ഭൂമി സംബന്ധമായ ഇടപാടുകൾ കൂടുതൽ സുഗമവും സുതാര്യവുമാകും. ഒരാൾ പല ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാകും. എല്ലാ പണമിടപാടുകളും ഇ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറ്റി രജിസ്ട്രാർ ഓഫീസുകളെ ക്യാഷ്ലെസ് ഓഫീസുകളാക്കി മാറ്റും. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ സൗഹൃദ സമിതികൾ രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിവിധ സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വകുപ്പിനെ ആധുനികവത്കരിക്കാനുള്ള പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. നിലവിൽ 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടങ്ങൾ ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിച്ചു വരികയാണ്. സംസ്ഥാനത്തെ മുഴുവൻ രജിസ്ട്രാർ ഓഫീസുകളും കമ്പ്യൂട്ടർവത്കരിച്ചു. രജിസ്ട്രേഷനുള്ള തീയതിയും സമയവും മുൻകൂട്ടി നിശ്ചയിക്കാനുള്ള ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തി. ആധാര പകർപ്പുകൾ, ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ ഓൺലൈനായി ലഭ്യമാക്കി വരുന്നു. ഒരു ജില്ലക്കകത്ത് ആധാരങ്ങൾ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമൊരുക്കി. മുദ്രപത്രങ്ങൾക്ക് ഇ സ്റ്റാമ്പിംഗ് നടപ്പാക്കി. വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ അവസരമൊരുക്കി. ഈസ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും സുഗമമായും ലഭ്യമാക്കുക എന്നതാണ് ഈ പരിഷ്കാരങ്ങളുടെ എല്ലാം ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ആധുനികവൽക്കരണ നടപടികൾ വേഗത്തിലാക്കി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ സുഗമവും സുതാര്യവുമായി ലഭ്യമാക്കുക എന്നതാണ് വകുപ്പിന്റെ ലക്ഷ്യം. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആധാര വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കി എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ലക്ഷ്യം കൈവരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും സ്രോതസ്സുകളെയും ഘടകങ്ങളെയും ഒഴിവാക്കാനല്ല, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടും നമ്മുടെ ഈ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അത് ജനകീയ ബന്ധം അടിയുറപ്പിക്കുന്നതിന്, കാര്യക്ഷമമാക്കുന്നതിന്, ജനങ്ങൾക്ക് രജിസ്ട്രേഷൻ വകുപ്പും രജിസ്ട്രേഷൻ ഓഫീസുമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അത് വളരെ സുതാര്യമായി നിർവഹിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് നടപ്പിലാക്കി ആഗ്രഹിക്കുന്നത്. ആധാരം രജിസ്ട്രേഷൻ, വരുമാനം, നേട്ടങ്ങളും പ്രശ്നങ്ങളും, ഓഫീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള തുടർ നടപടികൾ, വിവിധ സ്കീമുകൾ എന്നിവ സംബന്ധിച്ചും അവലോകനം നടത്തി. രജിസ്ട്രേഷൻ വകുപ്പ് ഇൻസ്പെക്ടർ ജനറൽ ശ്രീധന്യ സുരേഷ്, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സതീഷ് ഔവാട്ട്, ജില്ലാ രജിസ്ട്രാർ ജനറൽ AB സത്യൻ, ജില്ലാ രജിസ്ട്രാർ ഓഡിറ്റ് രാജേഷ് ഗോപൻ, ചിട്ടി ഓഡിറ്റർ CK റീത്ത, ചിട്ടി ഇൻസ്പെക്ടർ V സന്തോഷ് കുമാർ, ജില്ലയിലെ സബ് രജിസ്ട്രാർമാർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ ധർണ നടത്തി. ധർണ ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റും ചിക്കൻ വ്യാപാരി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KV സലീം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ആവശ്യമില്ലാത്ത കടകളിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് സംസ്ഥാന വ്യാപകമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലും സമരം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന്റെ മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ചെറുകിട ഇടത്തര കച്ചവടക്കാർ, ഒരു പെട്ടി കച്ചവടക്കാരൻ 300 രൂപയൊക്കെ അടയ്ക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അത് 750, 1200, 1250 രൂപ വലിയ മാളുകളുള്ള, അല്ലെങ്കിൽ വലിയ അമ്മാലിമാരെ പോലുള്ള ആളുകളൊക്കെ അടക്കേണ്ടുന്ന തൊഴിൽ നികുതി ചെറുകിട കച്ചവടക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ 100 രൂപ യൂസർ ഫീ, ഒരു വർഷത്തിൽ 1200 രൂപ കൊടുക്കണം. ചിക്കൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം 1 കിലോ വേസ്റ്റിന് 5 രൂപയാണ് അവർ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു വേസ്റ്റും അവരെ കടകളില്ല. ഗോഡൌണുകളിൽ സാധനങ്ങൾ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത് അതേപോലെ എടുത്തുകൊണ്ട് പോകുന്ന ഗോഡൌണുകളിൽ ഒരു വേസ്റ്റും അവിടെ ഇല്ല. എന്നാൽ ഇവർ പറയുന്നത് 1200 രൂപ അടക്കാതെ ഒരു വേസ്റ്റും ഇല്ലെങ്കിലും പൈസ അടക്കണം, അല്ലാതെ നിങ്ങൾക്ക് ലൈസൻസ് പുതുക്കി തരികയില്ല എന്നാണ്. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഫി മുണ്ടേരി അധ്യക്ഷത വഹിച്ചു. ഹരിതൻ കടലായി, അസീസ് വടക്കുംപാട്, ഫൈസൽ, മദീന, സലാം, മിയാമി, ദിൽജിത്ത്, സുരേഷ് ബാബു, സമീർ TK തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.